ഇതാണ് റിയൽമിയുടെ പുത്തൻ റിയൽമി 11 Pro Plus 5G. അതായത് നമ്മുടെ ഷാറുഖ് ഖാൻ അവതരിപ്പിക്കുന്ന ഫോണാണ് റിയൽമി 11 Pro Plus 5G. 5G എന്ന് പറയേണ്ട ആവശ്യമില്ല, ഇപ്പോൾ ഈ പ്രൈസ് റേഞ്ചിലുള്ള എല്ലാ ഫോണും 5G ഫോൺ തന്നെയാണ്. എനിവേ, സോ ഇതാണ് റിയൽമി 11 Pro Plus. നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, ഈ ഫോണിന്റെ ബാക്കിൽ ഒരു നല്ല ലെതർ ഫിനിഷ് റിയൽമി ഇത്തവണ തന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒറിജിനൽ ലെതർ അല്ല, ലെതർ, ഫോൾസ് ലെതർ, വീഗൻ ലെതർ എന്നൊക്കെ പറയാൻ പറ്റും. പിന്നെ ഒരു ജാക്കറ്റിന്റെ ഫീൽ ആണ് കിട്ടുന്നത്. കാരണം ഇവിടെ കണ്ടോ, സെൻട്രൽ ഒരു സിപ്പിന്റെ ഒരു ഡിസൈൻ ഒക്കെ വരുന്നുണ്ട്. ഇവിടുന്ന് കണ്ടില്ലേ? സോ ഇറ്റ്സ് നൈസ്, ഒരു യുണീക് ഡിസൈൻ ആണ്. പിന്നെ ഇപ്പം ഈ ഫ്ലാഗ്ഷിപ്പ് ഫോൺസിൽ ട്രെൻഡിംഗ് ആയി മാറിയ ആ ഒരു റൗണ്ട് ക്യാമറ മോഡ്യൂൾ ഉണ്ടല്ലോ, അത് ഇവിടെയും വരുന്നുണ്ട്. സോ ഓവറോൾ ഡിസൈൻ ഈസ് റിയലി നൈസ്. ഒരു യുണീക് ഡിസൈൻ ആണ്. പ്ലാസ്റ്റിക്കിന്റെ ബാക്ക് ആണെങ്കിൽ സ്ക്രാച്ച് വീഴാൻ ചാൻസ് ഉണ്ട്, ഗ്ലാസിന്റെ ബാക്ക് ആണെങ്കിൽ പൊട്ടാൻ ചാൻസ് ഉണ്ട്. ഇവിടെ ആ പ്രോബ്ലം ഒന്നുമില്ല. ഞാൻ കവർ ഇടാതെയാണ് ഉപയോഗിച്ചത്. ഇതുവരെ സ്ക്രാച്ചോ പൊട്ടലോ സംഭവം ഒന്നുമില്ല. സോ ആ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ഈ ലെതർ ഫിനിഷ് സേഫ് ആണ്. പിന്നെ ഈ ലെതർ ഫിനിഷ് 2 കളർ ഓപ്ഷൻസിലാണ് വരുന്നത്. എൻ്റെ കയ്യിലുള്ളത് ഗ്രീൻ ആണ്. ഒരു ബേജ് അല്ലെങ്കിൽ ഒരു ഓഫ് വൈറ്റ് ക്രീം കളറും വരുന്നുണ്ട്. അതും കാണാൻ നല്ല രസമുണ്ട്. ഇനി നിങ്ങൾക്ക് ഈ ഒരു ലെതർ ബാക്ക് ഫിനിഷ് അല്ലെങ്കിൽ ലെതർ ഫിനിഷ് ബാക്കിൽ താല്പര്യമില്ല എങ്കിൽ ഒരു ബ്ലാക്ക് വേരിയന്റ് വരുന്നുണ്ട്, അതും സെലക്ട് ചെയ്യാം. പക്ഷെ ഞാൻ ഈ ലെതർ ഫിനിഷ് റെക്കമെൻഡ് ചെയ്യുള്ളൂ. ഒരു യുണീക്ക് ഫീൽ ഉണ്ട്. ഈ ഫോണിന്റെ ബാക്കിൽ നിന്നും ഫ്രണ്ടിൽ നിന്നും കർവായി വരുന്നതുകൊണ്ട് കയ്യിൽ ഹോൾഡ് ചെയ്യാൻ നല്ല കംഫർട്ടബിൾ ആണ്. പക്ഷെ നിങ്ങൾ നല്ല കട്ടിയുള്ള കവർ വാങ്ങിച്ചിട്ടാൽ ഇതൊന്നും കാണാൻ പറ്റൂല. സോ എൻ്റെ സജഷൻ ആയിരിക്കും കവർ ഇടാതെ ഉപയോഗിക്കുക. ഓക്കെ, കുറച്ച് ദിവസമെങ്കിലും ഈ ഒരു ഫോൺ കവർ ഇടാതെ ഉപയോഗിക്കുക. ഞാൻ അൺബോക്സിങ് കാണിച്ചില്ല. ഓക്കെ, സോ പെട്ടെന്ന് നമുക്ക് അൺബോക്സിങ് കാണാം. അതിനു മുമ്പ് കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. ഇതാണ് ബോക്സ്. ബോക്സിൽ ഡോക്യുമെന്റ്സ്, TPU കേസ്, ഫോൺ, 100 വാട്ടിന്റെ സൂപ്പർ വൂക്ക് ചാർജർ ആൻഡ് ടൈപ്പ് സി ചാർജിംഗ് കേബിൾ, 6.7 ഇഞ്ച് സൈസ് ഉള്ള ഫുൾ HD+ റെസൊല്യൂഷൻ സപ്പോർട്ട് ചെയ്യുന്ന 120 Hz റിഫ്രഷ് റേറ്റ് ഉള്ള ഒരു 10-bit OLED ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. നല്ല ഡിസ്പ്ലേ ആണ്. പ്രത്യേകിച്ചും നിങ്ങൾക്ക് ഈ ഒരു കർവ്ഡ് ഡിസ്പ്ലേസ് ഇഷ്ടമാണെങ്കിൽ ഈ ഫോൺ ഇഷ്ടപ്പെടും. Realme 10 Pro Plus ഓർമ്മയുണ്ടല്ലോ, ആ സെയിം ഡിസ്പ്ലേ, അതിലുണ്ടായിരുന്ന അതേ കർവ് ഡിസ്പ്ലേ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ചുറ്റുമുള്ള ഈ ബെസൽസ് ഒക്കെ നല്ല മിനിമം ബെസൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ Realme 10 Pro Plusൽ ഈ 2160 mAh PWM ഡിമ്മിംഗ് എന്ന ഫീച്ചർ ഉണ്ടായിരുന്നു. ആ സെയിം ഫീച്ചർ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ചിലർക്ക് ഈ ലോ ലൈറ്റിൽ, ലോ ബ്രൈറ്റ്നസിൽ OLED ഡിസ്പ്ലേസ് ഉപയോഗിക്കുമ്പോൾ ഈ തലവേദന, ഇറിറ്റേഷൻ ഒക്കെ വരാറുണ്ട്. ഇതിൽ ആ ഒരു ഇഷ്യൂ ഉണ്ടാവില്ല. HDR10+ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. യൂട്യൂബിൽ HDR വീഡിയോസ് പ്ലേ ചെയ്യാൻ പറ്റുന്നുണ്ട്. നെറ്റ്ഫ്ലിക്സിൽ HDR എനേബിൾഡ് ആണോ എന്ന് അറിയാൻ വേണ്ടി നെറ്റ്ഫ്ലിക്സ് ഡൗൺലോഡ് ചെയ്യാൻ പോയപ്പോഴാണ് അറിഞ്ഞത് നെറ്റ്ഫ്ലിക്സ് ഇൻസ്റ്റാൾ ആക്കാൻ പറ്റൂല ഈ ഒരു ഡിവൈസിൽ. എന്തോ ഒരു ബഗ്ഗാണെന്ന് തോന്നുന്നു. ഞാൻ റിയൽമിയെ കോൺടാക്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞ കാര്യമാണ്, റീറ്റെയിൽ യൂണിറ്റിൽ ഈ ഒരു പ്രോബ്ലം ഉണ്ടാവില്ല എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. 800 നിറ്റ്സിന്റെ നോർമൽ പീക്ക് ബ്രൈറ്റ്നസ് ആണ് വരുന്നത്. ബ്രൈറ്റ്നസിന്റെ പോയിന്റ് ഓഫ് വ്യൂ അങ്ങനെ ഇഷ്യൂ ഒന്നും ഞാൻ ഫേസ് ചെയ്തില്ല. ഇൻഡോർ ആണെങ്കിലും ഔട്ട്ഡോർ ആണെങ്കിലും സ്ക്രീൻ നല്ലോണം കാണാൻ പറ്റുന്നുണ്ട്. ഗ്ലാസ് പ്രൊട്ടക്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അറിയില്ല, റിയൽമി ഒന്നും പറഞ്ഞിട്ടില്ല. സോ ഒരു പക്ഷേ ഗൊറില്ല ഗ്ലാസ് 3 അല്ലെങ്കിൽ ഡ്രാഗൺ ടെയിൽ പ്രൊട്ടക്ഷൻ എന്തെങ്കിലും ആയിരിക്കും. എന്നാൽ ആ ഒരു സ്ക്രീൻ പ്രൊട്ടക്ടർ ഉണ്ടല്ലോ, അത് വന്നിട്ടുണ്ട്. അത് ഞാൻ ഇനി പറിച്ച് മാറ്റാൻ പോവാണ്. ബിക്കോസ് ഐ എം എ ഡേഞ്ചറസ് മാൻ. എനിവേ, Realme 10 Pro Plusൽ ഹെഡ്ഫോൺ ജാക്ക് ഇല്ലായിരുന്നു. ഈ ഫോണിലും ഹെഡ്ഫോൺ ജാക്ക് കൊടുത്തിട്ടില്ല. സോ TWS ശരണം. Realme 10 Pro Plusൽ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉണ്ടായിരുന്നു. ആ സെയിം ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കർ എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഈ ഒരു ഫോണിലും കിട്ടുന്നത്. ഓക്കെ, സോ നല്ല ഡ്യുവൽ സ്റ്റീരിയോ എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്. വലിയ ഇഷ്യൂ ഒന്നുമില്ല. ഡോൾബി ആറ്റ്മോസ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാണ് Realme പറയുന്നത്. ഹാപ്റ്റിക് ഫീഡ്ബാക്ക് എക്സ്പീരിയൻസ് നല്ലതാണ്. ഓക്കെ, ചില സ്ഥലങ്ങളിൽ മിസ്സിംഗ് ആയിട്ട് തോന്നി. അതായത് ബാക്ക് പോകുമ്പോൾ നമ്മളിങ്ങനെ റൈറ്റിലേക്ക് സ്വൈപ്പ് ചെയ്ത് ബാക്ക് പോകുമ്പോൾ അവിടെ കിട്ടുന്നില്ല. അവിടെയും കൊടുക്കേണ്ടായിരുന്നു. ബാക്കി നമ്മളിങ്ങനെ വോളിയം അപ്പ് ആൻഡ് ഡൗൺ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ആപ്പ് ഡ്രോർ മേളിലേക്ക് താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ക്യാമറ UIയിൽ നമ്മുടെ റീസെന്റ് ആപ്പ് മെനു ഉണ്ടല്ലോ, അത് ഓപ്പൺ ചെയ്യുമ്പോഴും എല്ലായിടത്തും നല്ല ഒരു ഹാപ്റ്റിക് ഫീഡ്ബാക്ക് എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്. ദാറ്റ്സ് നൈസ്. Realme 10 Pro Plusൽ ഉണ്ടായിരുന്ന ആ ഒരു ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ ഉണ്ടല്ലോ, ആ സെയിം ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഫേസ് അൺലോക്ക് ഇവിടെയും വരുന്നുണ്ട്. രണ്ടും നല്ലോണം വർക്ക് ആവുന്നുണ്ട്. നോ ഇഷ്യൂസ്. Realme 9 Pro Plusൽ MediaTekന്റെ Dimensity 920 ചിപ്സെറ്റ് ആയിരുന്നു. Realme 10 Pro Plusൽ MediaTekന്റെ Dimensity 1080 ചിപ്സെറ്റ് ആണ് തന്നത്. ഒഫീഷ്യലി ഒരു അപ്ഗ്രേഡ് ആയിരുന്നെങ്കിലും അങ്ങനെ ഭയങ്കരമായ മാറ്റമൊന്നും ഇല്ലായിരുന്നു. ഓൾമോസ്റ്റ് സെയിം ചിപ്സെറ്റ് ആയിരുന്നു. സ്റ്റിൽ ഓക്കെ, സമ്മതിച്ചു, ഒഫീഷ്യലി ഒരു അപ്ഗ്രേഡ് ആയിരുന്നു. പക്ഷേ ഇത്തവണ ആ സെയിം ചിപ്സെറ്റ് വീണ്ടും വന്നിരിക്കുകയാണ്. പേര് മാറ്റി. കാരണം നമ്മുടെ MediaTek ഈയിടെ ഈ റീബ്രാൻഡിങ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അങ്ങനെ 1080 ചിപ്സെറ്റ് അവർ റീബ്രാൻഡ് ചെയ്ത് 7050 ആക്കി. ആ സെയിം ചിപ്സെറ്റ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. സോ തീർച്ചയായിട്ടും ചിപ്സെറ്റ് ഇത്തവണ എങ്കിലും അപ്ഗ്രേഡ് ചെയ്യേണ്ടതായിരുന്നു. അറ്റ്ലീസ്റ്റ് നമ്മുടെ മോട്ടറോള എഡ്ജ് 40 ഉണ്ടല്ലോ, അതിലുള്ള Dimensity 8020 അതെങ്കിലും കൊടുക്കാമായിരുന്നു. ഒരു ചേഞ്ചിന് ചിപ്സെറ്റ് ഓക്കെ ആണ്. അങ്ങനെ ഭയങ്കര ഇഷ്യൂ, ഹീറ്റിംഗ് ഇഷ്യൂ അല്ലെങ്കിൽ ഭയങ്കര ത്രോട്ട്ലിംഗ് അങ്ങനെയൊന്നുമില്ല. പക്ഷേ ഇതിന്റെ പ്രൈസ് എനിക്കറിയില്ല. ഇതിന്റെ പ്രൈസ് അനുസരിച്ചിരിക്കും. ചില ലീക്സ് ആൻഡ് റൂമേഴ്സ് ഒക്കെ പറയുന്നത് 30,000 rupees ആയിരിക്കും എന്നാണ് പറയുന്നത്. ഞാനിപ്പോൾ ലോഞ്ചിന് മുന്നെയാണ് ഷൂട്ട് ചെയ്യുന്നത്. ഇന്ന് എന്തായാലും പ്രൈസ് അറിയാൻ പറ്റും. ഞാൻ താഴെ മെൻഷൻ ചെയ്യാം. ഓക്കെ, സോ 28,000 30,000 rupeesലാണ് ഈ ഒരു ഫോൺ വരാൻ പോകുന്നതെങ്കിൽ
ആ പ്രൈസിൽ ഒരു കിട്ടേണ്ട ഒരു പെർഫോമൻസ് ഉണ്ടല്ലോ, ആ പെർഫോമൻസ് നമുക്ക് ഈ ഫോണിൽ കിട്ടൂല. റീസെൻ്റ്ലി വന്ന ലാവ അഗ്നി 2 ഉണ്ടല്ലോ, അതിലും ഇതേ ചിപ്സെറ്റ് ആണ്. ആ ഫോൺ 22,000 റുപ്പീസിൽ കിട്ടുന്നുണ്ട്. സോ ലെറ്റ്സ് സി ഇതിൻ്റെ പ്രൈസ് എന്താണെന്ന് അറിയില്ല. ഞാൻ BGMI കളിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. 60 FPS സെറ്റിംഗ് അൺലോക്ക്ഡ് ആണ്. സോ സ്മൂത്തിൽ എക്സ്ട്രീം കളിക്കാൻ പറ്റുന്നുണ്ട്. അത്യാവശ്യം നല്ല ഗെയിം പ്ലേ കിട്ടുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ടോപ്പ് ലെവൽ അല്ലെങ്കിൽ ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഗെയിമിംഗ് പെർഫോമൻസ് ഒക്കെ വേണമെങ്കിൽ സ്നാപ്ഡ്രാഗൺ 870 888 കിട്ടുന്നുണ്ട്. സോ ഇത് ഗെയിമിംഗ് ഫോൺ അല്ല, എന്നാൽ കാഷ്വൽ ഗെയിമിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും. ആൻഡ്രോയിഡ് 13 ആണ് വരുന്നത്. കൂടെ ലേറ്റസ്റ്റ് Realme-യു 4.0 കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഇഷ്ടം പോലെ ബ്ലോട്ട്വെയർസ് ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, ഇത്രയും ബ്ലോട്ട്വെയർസ് ഈ അടുത്ത കാലത്ത് ഞാൻ വേറെ ഒരു ഫോണിലും കണ്ടിട്ടില്ല. പിന്നെ ഇത്തവണ ജിയോ സിനിമയുണ്ട് കേട്ടോ. സോ ജിയോ സിനിമയുടെ ബ്ലോട്ട്വെയർസ് ഒക്കെ നിങ്ങൾ പ്രതീക്ഷിച്ചോ? പിന്നെ നമ്മുടെ ഹോട്ട് ആപ്സും ഹോട്ട് ഗെയിംസും വരുന്നുണ്ട്. ഈ ഹോട്ട് ആപ്സും ഹോട്ട് ഗെയിംസും നമുക്ക് വേണമെങ്കിൽ ആപ്പ് മാർക്കറ്റിൻ്റെ സെറ്റിംഗ്സിൽ പോയിട്ട് നമുക്ക് വേണമെങ്കിൽ ആ ഒരു ഹോട്ട് ആപ്സും ഹോട്ട് ഗെയിംസും ഡിസേബിൾ ചെയ്യാൻ പറ്റും. പക്ഷേ ഡിസേബിൾ ചെയ്യാൻ പറ്റാത്തൊരു സാധനമുണ്ട്, ഹോട്ട് ഫ്രീ ഗെയിംസ്. പിന്നെ ഒരുപാട് അടുത്ത് റെക്കമെൻഡേഷൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് നമ്മളൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഈ വൈറസ് സ്കാനിങ്ങിൻ്റെ മറവിൽ ആഡ് കാണിക്കുന്ന പരിപാടി അത് വന്നിട്ടുണ്ട്. പിന്നെ ഈ ടൂൾസിൻ്റെ ഫോൾഡർ ഓപ്പൺ ചെയ്യുമ്പോൾ താഴെ റെക്കമെൻഡേഷൻസ് വരുന്നുണ്ട്. അങ്ങനെ അവിടെ ഇവിടെ ഈവൻ നമ്മുടെ ഫോട്ടോസ് ഉണ്ടല്ലോ, ഫോട്ടോസിൻ്റെ താഴെയുള്ള വാട്ടർമാർക്ക് അവിടെയും സ്പോൺസർഷിപ്പ് ഉണ്ട്. ലോൺലി പ്ലാനറ്റ് എന്ന ബ്രാൻഡിൻ്റെ സ്പോൺസർഷിപ്പാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണുക. എന്നിട്ട് നിങ്ങൾ ഈ റിയൽമി ഫോൺ വാങ്ങുന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് എല്ലാ കച്ചറൊക്കെ എടുത്ത് കളഞ്ഞേക്ക്. ഈ ബ്ലോട്ട്വെയർസ് ആണെങ്കിലും ആഡ്സ് ആണെങ്കിലും എങ്ങനെ എടുത്ത് കളയണം അതിൻ്റെ ഒരു ഞാൻ പറഞ്ഞില്ല ഡെഡിക്കേറ്റഡ് വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട്, കണ്ടു നോക്കുക. അതിനുശേഷം നമ്മുടെ പണ്ടത്തെ Realme-യുടെ ഫീൽ ഉണ്ടല്ലോ, ആ ഫീല് കിട്ടും. സോ എല്ലാം എടുത്ത് കളഞ്ഞാൽ നല്ല സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്, നോ ഡൗട്ട്. 8GB 256GB 12GB 256GB ആണ് 2 RAM സ്റ്റോറേജ് വേരിയൻസ്. സോ 128GB വരുന്നില്ല. ഒരുപാട് സന്തോഷമുണ്ട്. 5000 mAh ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. 100 വാട്ടിൻ്റെ സൂപ്പർ വൂക്ക് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബോക്സിൽ ചാർജറും വരുന്നുണ്ട്. സോ ബാറ്ററിയുടെ പോയിന്റ് ഓഫ് വ്യൂ ആണെങ്കിലും ചാർജിങ്ങിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ആണെങ്കിലും യാതൊരു ഇഷ്യൂ നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്നില്ല. നെക്സ്റ്റ് ആണ് ക്യാമറ. സോ ഇത്തവണ 200 മെഗാപിക്സലിൻ്റെ സാംസങ്ങിൻ്റെ HP3 സെൻസറാണ് വന്നിരിക്കുന്നത്. OIS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ 8 മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡും 2 മെഗാപിക്സലിൻ്റെ മാക്രോ കൊടുത്തിട്ടുണ്ട്. 4K 30 FPS ആണ് മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ. സെൽഫി ക്യാമറ 32 മെഗാപിക്സലിൻ്റെതാണ്. ക്യാമറ പെർഫോമൻസ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ മെയിൻ ക്യാമറ ഉണ്ടല്ലോ 200 മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറ, അതിൻ്റെ പെർഫോമൻസ് ഗുഡ് ആണ്, നല്ല പെർഫോമൻസ് ആണ്. ഓപ്പോ ഫോൺസിൽ കിട്ടുന്ന ഒരു ക്യാമറ പെർഫോമൻസ് ഉണ്ടല്ലോ, അത്തരത്തിലുള്ള ക്യാമറ പെർഫോമൻസ് ആണ് എനിക്ക് ഫീൽ ആയത്. അതായത് നല്ല ബ്രൈറ്റ് ഫോട്ടോസ് ആണ്, കളേഴ്സ് ഒക്കെ ഓക്കെ ആണ്, എന്നാൽ നല്ല ബ്രൈറ്റ് ഫോട്ടോസ് ആണ് കിട്ടുന്നത്. ഡീറ്റെയിൽസ് ഒക്കെ അത്യാവശ്യമുണ്ട്, വലിയ പ്രോബ്ലം ആയിട്ട് എനിക്ക് തോന്നിയില്ല. ചില ഫോട്ടോസിൽ ഓവർ ഷാർപ്പനിങ് വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഈ ഫോട്ടോ കണ്ടോ, സൂമിൻ ചെയ്യുമ്പോൾ കുത്ത് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളൊരു ഫോട്ടോ എഡിറ്റർ ആണെങ്കിൽ അറിയായിരിക്കും എന്താണ് ഈ ഷാർപ്പനിങ്. സോ ചെറിയ രീതിയിലുള്ള ഓവർ ഷാർപ്പനിങ് ചില ഫോട്ടോസിൽ വരുന്നുണ്ട്. HDR ഒക്കെ നല്ലോണം പ്രോസസ്സ് ചെയ്യുന്നുണ്ട്. ആ ബാക്ക്ഗ്രൗണ്ടിലുള്ള സ്കൈ കണ്ടോ, നല്ല ഡീറ്റെയിൽസ് ഉണ്ട്, നല്ല ക്ലാരിറ്റി ഉണ്ട്. സോ ഓവറോൾ HDR പെർഫോമൻസ് നല്ലതാണ്. എന്നാൽ ഓപ്പോ ഫോൺസിൽ വരുന്ന ആ ഒരു ചായം പൂശലും പിന്നെ ആ സംഭവം ഉണ്ടല്ലോ വെളുപ്പിക്കലും, അത് ഹ്യൂമൻ സബ്ജക്ട്സിൽ വരുന്നുണ്ട്. സോ നിങ്ങൾക്കത് ഇഷ്ടമാണെങ്കിൽ ഇത് ഇഷ്ടപ്പെടും. ലൈറ്റ് കുറവാണെങ്കിൽ ഇൻഡോർ ആണെങ്കിൽ അത്രയും അത് അറിയുന്നില്ല. പക്ഷേ ഔട്ട്ഡോർ ഉണ്ട്, നല്ല വെയിലൊക്കെ ഉണ്ടെങ്കിൽ അത് അറിയാൻ പറ്റുന്നുണ്ട്. നോർമൽ ഫോട്ടോസ് ഉണ്ടല്ലോ, ഫോർ എക്സാമ്പിൾ പൂക്കളും ബിൽഡിങ്സും ചെടികളും സീനറി, അതൊക്കെ നല്ലോണം ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. നല്ല ഷാർപ്നെസ് ഉണ്ട്, നല്ല ഡീറ്റെയിൽസ് ഉണ്ട്. സോ ഓവറോൾ മെയിൻ ക്യാമറ പെർഫോമൻസ് ഇസ് ഗുഡ്. അൾട്രാ വൈഡ് ഫോട്ടോസിൻ്റെ കളേഴ്സ് ഓക്കെ ആണ്, പക്ഷേ നല്ല സോഫ്റ്റ് ഫോട്ടോസ് ആണ് കിട്ടുന്നത്. പ്രത്യേകിച്ചും ആ മെയിൻ ക്യാമറ ഫോട്ടോസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സോഫ്റ്റ് ആയിട്ട് തോന്നും. പിന്നെ ഇതിൻ്റെ അൾട്രാ വൈഡ് ക്യാമറയിൽ ഒരു ബഗ് ഉണ്ട്. എന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ പിടിച്ചുകൊണ്ട് അൾട്രാ വൈഡ് ഫോട്ടോ എടുക്കുമ്പോൾ പ്രോബ്ലം ഒന്നുമില്ല. പക്ഷേ ഇങ്ങനെ പിടിച്ചുകൊണ്ട് അൾട്രാ വൈഡ് ഫോട്ടോ എടുക്കുമ്പോൾ ക്യാമറ UI ക്രാഷ് ആവുന്നുണ്ട്. സോ എന്തോ സോഫ്റ്റ്വെയർ ബഗ് ആണെന്ന് തോന്നുന്നു, അത് റിയൽമി ശരിയാക്കണം. പിന്നെ 2x and 4x സൂമിൽ ഫോട്ടോസ് എടുക്കാൻ പറ്റും. ഇത് ഡിജിറ്റൽ സൂം ആണ്, കാരണം ഓപ്റ്റിക്കൽ സൂം ചെയ്യാൻ വേണ്ടി ടെലിഫോട്ടോ ലെൻസ് ഒന്നും കൊടുത്തിട്ടില്ല. ഡിജിറ്റൽ സൂം എന്ന് പറയുമ്പോൾ ഹൈ റെസൊല്യൂഷൻ ഫോട്ടോ എടുത്തിട്ട് അതിൽ നിന്ന് ക്രോപ്പ് ചെയ്തിട്ടാണ് തരുന്നത്. ഡീസൻറ്റ് ഫോട്ടോസ് ആണ് കിട്ടുന്നത്, അങ്ങനെ ഭയങ്കരമായിട്ട് ലോ ക്വാളിറ്റി ഒന്നും തോന്നുന്നില്ല. സോ 2x 4x നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാൻ പറ്റും. പിന്നെ ഒരു സ്ട്രീറ്റ് മോഡ് കൊടുത്തിട്ടുണ്ട്. ഈ സ്ട്രീറ്റ് മോഡ് ഉപയോഗിച്ച് നമുക്ക് വേണമെങ്കിൽ പല ഫോക്കൽ ലെങ്തിൽ ഫോട്ടോസ് എടുക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ 19mm ഉണ്ട്, 23mm ഉണ്ട്, 46mm ഉണ്ട്, 92mm ഉണ്ട്. നല്ലൊരു ഔട്ടാണ് കിട്ടുന്നത്. വലിയ ഇഷ്യൂ ആയിട്ട് എനിക്ക് തോന്നിയില്ല. ഓക്കെ, സോ അത്യാവശ്യം പ്രോസസ്സിംഗ് ഒക്കെ റിയൽമി ഇതിൽ ചെയ്യുന്നുണ്ട്. 4K at 30 FPS ആണ് മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ. OIS ഉണ്ട് എന്നാണ് റിയൽമി പറഞ്ഞിരിക്കുന്നത്. പക്ഷേ 4K റെസൊല്യൂഷൻ വീഡിയോസിൽ അത്രയും OISൻ്റെ എഫക്റ്റ് ഞാൻ കണ്ടില്ല. കാരണം ഞാൻ സാമ്പിൾ ഷെയർ ചെയ്യുന്നുണ്ട്, കണ്ടു നോക്കുക. അത്യാവശ്യം ഷേക്ക് ഒക്കെ വരുന്നുണ്ട്. എന്നാൽ 1080p വീഡിയോസിൽ സ്റ്റെബിലൈസേഷൻ കിട്ടുന്നുണ്ട്. അതിൽ മിക്കവാറും OISഉം EISഉം വർക്ക് ചെയ്യുന്നുണ്ടാവും. സെൽഫി ഫോട്ടോസ്
ഞാൻ കാണിച്ചു തരാം, നിങ്ങൾ കണ്ടു നോക്കുക. എനിക്ക് അത്രയും സാറ്റിസ്ഫാക്ടറി ആയിട്ട് തോന്നിയില്ല. കുറച്ചും കൂടി കളർ വേണം. ഒരു ഡൾ ഫീൽ ഉണ്ട്. ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്. ഈവൻ പോർട്രേറ്റ് സെൽഫീസിലുള്ള ബാക്ക്ഗ്രൗണ്ട് ബ്ലറൊക്കെ ഓക്കെ ആണ്. എന്നാൽ എവിടെ ഒരു മിസ്സിങ്. നമ്മുടെ സ്കിൻ ടോൺ ഒക്കെ ഉണ്ടല്ലോ, അവിടെ ഈ വൈറ്റ് ആവുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഓപ്പോയുടെ ഫീൽ, ഓപ്പോ ഫോൺസിലുള്ള ഫീൽ, ആ ഫീൽ ഇവിടെയും കിട്ടുന്നുണ്ട്. വൈറ്റ് ആവുന്നുണ്ട് സ്കിൻ ടോൺ. സോ ഇതാണ് Realme 11 Pro Plusന്റെ സെൽഫി ക്യാമറ വെച്ചെടുത്തിരിക്കുന്ന 1080p വീഡിയോ റെസൊല്യൂഷൻ ഉള്ള വീഡിയോ സാമ്പിൾ. ഓക്കെ, സോ 4K ഒന്നും വരുന്നില്ല. സെൽഫി ക്യാമറയിൽ 1080p മാത്രമേ വരുന്നുള്ളൂ. ഇതിൽ 32 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. HDR ഒക്കെ അത്യാവശ്യം നല്ലോണം വർക്ക് ആവുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ടുള്ള സ്കൈ കണ്ടോ, ഇപ്പുറത്തും കാണിച്ചു തരാം. എന്താ ബാക്ക്ഗ്രൗണ്ടുള്ള സ്കൈ ഒക്കെ നല്ല അത്യാവശ്യം ക്ലിയർ ആണ്. ഓക്കെ, ഡീറ്റെയിൽസ് ഒക്കെ നല്ലോണം വരുന്നുണ്ട്. ഫേസും നല്ലതാണ്. പിന്നെ ചിലർക്ക് ഇതിൻ്റെ സ്കിൻ ടോൺ ചെറിയ രീതിയിൽ മറ്റേ നമ്മുടെ സംഭവമില്ലേ, റീടച്ചിങ്, സ്മൂത്തനിങ്, മേക്കപ്പ് ഇടയിൽ അത് തോന്നാൻ ചാൻസ് ഉണ്ട്. ഞാനിപ്പം ബൈ ഡിഫോൾട്ട് ഔട്ട് ഓഫ് ദ ബോക്സ് സെറ്റിങ്സിലാണ് എടുക്കുന്നത്. ആ സംഭവം ഉണ്ടല്ലോ, റീടച്ചിങ് കുറയ്ക്കാനുള്ള ഓപ്ഷൻ ഇതിലുണ്ട്. സോ അത് കുറച്ചാൽ കുറച്ചും കൂടി നാച്ചുറൽ സ്കിൻ ടോൺ കിട്ടും. 5G ഫോണാണ്, സോ ഒബ്വിയസ്ലി 5G സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങളുടെ ഏരിയയിൽ 5G ഇല്ലെങ്കിൽ 4G കാരിയർ എഗ്രിഗേഷൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഡ്യുവൽ നാനോ സിം സ്ലോട്ടാണ് കൊടുത്തിരിക്കുന്നത്. NFC-യുടെ സപ്പോർട്ട് വരുന്നില്ല. സാർ വാല്യൂ ഈസ് അണ്ടർ ലിമിറ്റ്. ആസ് പെർ ലീക്സ് 28,000 ആ പ്രൈസ് റേഞ്ചിൽ വരാൻ സാധ്യതയുണ്ട് എന്നാണ് ലീക്സ് പറയുന്നത്. ആ പ്രൈസിൽ വരികയാണെങ്കിൽ ഇത് റെക്കമെൻഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഫോൺ ഓക്കെയാണ്, ഫോണിൽ ഇഷ്യൂ ഒന്നുമില്ല. ആ ബ്ലോട്ട് വേസ് ഒക്കെ ഒരുപാട് വരുന്നുണ്ട്, അതൊക്കെ എടുത്ത് കളയേണ്ടി വരും. പക്ഷേ ഓവറോൾ ഫോണിൻ്റെ പെർഫോമൻസ് ഒക്കെ ഓക്കെയാണ്. പക്ഷേ റിയൽമിയുടെ തന്നെ Realme GT Neo 3T എന്നൊരു ഫോൺ 22,000 റുപ്പീസിൽ ഫ്ലിപ്കാർട്ടിൽ കിടപ്പുണ്ട്. പക്ഷേ ഈ ഫോൺ വരുന്നുണ്ടല്ലോ, അതുകൊണ്ട് അവരത് പതുക്കെ ഒന്ന് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആക്കിയിട്ടുണ്ട്. വീണ്ടും വരാനുള്ള ചാൻസ് ഉണ്ട്. ആ ഫോൺ നല്ല കട്ട വാല്യൂ ഫോർ മണി ഫോണാണ്. പിന്നെ ഈ Realme 11 Pro Plusന്റെ അനിയനുണ്ടല്ലോ, Realme 11 Pro, അതൊന്നും നോക്കി കേട്ടോ. കാരണം ആ ഫോണും ഈ ഫോണും തമ്മിൽ അങ്ങനെ ഭയങ്കരമായ വ്യത്യാസമൊന്നുമില്ല. സെയിം ഡിസ്പ്ലേ, സെയിം ഡിസൈൻ, എക്സാക്ട്ലി സെയിം ചിപ്സെറ്റ് ആ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്കിൽ 200 മെഗാ പിക്സൽ ക്യാമറ ഉണ്ട്, അവിടെ 200 മെഗാ പിക്സൽ ഇല്ല. സോ ആ ഒരു വ്യത്യാസമുണ്ട്. പിന്നെ ചാർജിങ് വോൾട്ടേജിൽ വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, ബാക്കി നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സ് എഴുതി അറിയിക്കുക. ദിസ് ഇസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.